ഹായ് ഓൾ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഫോർത്ത് ഡയമെൻഷനിൽ എത്തി നിൽക്കുന്ന ഡിവൈൻ ഫെമിനൈൻസിൻ്റെ പ്രത്യേകതകൾ എന്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഡിവൈൻ ഫെമിനൈൻ ആണെങ്കിൽ നിങ്ങൾ ഫോർത്ത് ഡയമെൻഷനിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാൻ 2 യൂണിവേഴ്സൽ ഹിൻസും ബാക്കി ആ ഒരു ഡിവൈൻ ഫെമിനൈനിൽ വന്നിട്ടുള്ള ചേഞ്ചസുമാണ് പറയുന്നത്. ബാക്കി ഒരു 10 പോയിൻറ്റ്സ് ഉണ്ട് ചേഞ്ചസ്. അതിൽ ഹിൻസ് എന്തായാലും ഉണ്ടായിരിക്കും, 2 ഹിൻസും ഉണ്ടായിരിക്കും, 2 അല്ലെങ്കിൽ 1 ഉണ്ടായിരിക്കും. ഇപ്പോൾ ചേഞ്ചസ് 10 ഒരു 7 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, അതിനെല്ലാം മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരു വീഡിയോ ഇടുമ്പോൾ, വീഡിയോ ആയാലും ഷോർട്ടായാലും അതിന് താഴെ വന്നിട്ട് നിങ്ങൾ നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്ത് കമൻറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അത് നിങ്ങൾക്ക് റെസൊനേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് റെസൊനേറ്റഡ് ആകുന്നുണ്ട്, ഡിവൈൻ എനിക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തന്നതിൽ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് ഇടേണ്ടത്. അതിന് പകരം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള തിങ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് അല്ല കമൻറ്റ് ചെയ്യേണ്ടത്. ഇനി അത്തരത്തിലുള്ള കമൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും വിത്ത് റെസ്പെക്റ്റ്. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഇടുന്ന കമൻറ്റ് വായിക്കുന്നവർക്കും ഒരു നെഗറ്റീവ് എനർജി, എനിക്കായാലും അതൊരു നെഗറ്റീവ് എനർജി. അതിലുപരി അത് ഓരോരുത്തരും വായിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്കും അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ആ നെഗറ്റീവ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് അത് പോയി റിമൂവ് ആക്കേണ്ട ഒരവസ്ഥ വരുത്താതിരിക്കുക. ഓക്കെ, അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ചക്ര ക്ലെൻസ് ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് പ്രോപ്പറായിട്ട് ഇരുന്ന് പീസ്ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ഏത് സ്റ്റേജിലൂടെയാണോ കടന്നു പോകുന്നത്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് എന്താണ്, ഇതൊക്കെ അനുസരിച്ച് അതിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. അതൊരു പെയ്ഡ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം അതിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ഹിൻസ് യൂണിവേഴ്സ് നൽകിയിട്ടുള്ളത് എന്ന് നോക്കാം. ഫോർത്ത് ഡയമെൻഷനിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസിന് യൂണിവേഴ്സ് നൽകിയിട്ടുള്ള ഹിൻസ്. ഓക്കെ, ഒന്നാമത്തത് ബട്ടർഫ്ലൈ ഓർ ഡ്രാഗൺ ഫ്ലൈ ഇൻ വെർച്വൽ ആൻഡ് ഫിസിക്കൽ ഫോം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ വെർച്വൽ ഫോമിലോ അതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടോ ബട്ടർഫ്ലൈസിനെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡ്രാഗൺ ഫ്ലൈയെ കണ്ടിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഫോമിൽ ആ ഒരു ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു വസ്തു, ബട്ടർഫ്ലൈയുടെയോ ഡ്രാഗൺ ഫ്ലൈയുടെയോ തുമ്പിയുടെയോ ഷേപ്പിലുള്ള ഒരു വസ്തു ലഭിച്ചിട്ടുണ്ടായിരിക്കും. രണ്ടാമതായിട്ട് ആൾട്ടർനേറ്റീവ് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഇതുവരെ ഈ ജേർണിയിൽ നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഏഞ്ചൽ നമ്പേഴ്സ് അല്ലാതെ, നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഏഞ്ചൽ നമ്പേഴ്സ് അല്ലാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക 1111 222 333 444 555 ഇങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് ആയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. അതിലൊന്നാണ് 909 എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഇൻ യുവർ ട്വിൻ ഫ്ലെയിം ജേർണി എന്നാണ്. നിങ്ങളുടെ ജേർണിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നാണ്. അതിൻ്റെ രണ്ടാമത്തെ മീനിങ് ഡിവൈൻ കണക്ഷൻ ഈസ് ഗൈഡഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. നിങ്ങളുടെ ഡിവൈൻ കണക്ഷൻ ഗൈഡഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ ഡിയേഴ്സ്, കൺഗ്രാറ്റ്സ്. അടുത്ത് നിങ്ങൾ ആ ഒരു ഏഞ്ചൽ നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അടുത്ത മീനിങ് എൻഡ് ഓഫ് എ സൈക്കിൾ ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ വൺ. നിങ്ങളുടെ ഒരു സൈക്കിൾ, ഫിസിക്കൽ വേൾഡിൽ ഒരു സൈക്കിൾ എൻഡായിരിക്കുന്നു, അടുത്തൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അടുത്തൊരു ഏഞ്ചൽ നമ്പറാണ് 77. അതൊരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ളൊരു നമ്പറാണ്. ഇത് വിസ്ഡത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾ സ്പിരിച്വലി ഗ്രോയിങ്ങിലാണ്. നിങ്ങൾ നിങ്ങളുടെ ഡിവൈനുമായിട്ടൊരു ഡീപ്പർ കണക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് 77 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെയും ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അടുത്ത് എന്തൊക്കെയാണ് നിങ്ങളിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ചക്ര ക്ലെൻസിങ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്. നിങ്ങൾക്ക് കൃത്യമായി ചക്ര ക്ലെൻസിങ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, രണ്ടാമതായിട്ട് വൈബ്രേറ്റിംഗ് യുവർ ബോഡി വൈൽ ചക്ര ക്ലെൻസിങ്. നിങ്ങൾ ചക്ര ക്ലെൻസിങ് ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നു. ഗ്രാജുവലി ഇൻക്രീസ് ദിസ് വൈബ്രേഷൻ. ഈ
ആദ്യം വളരെ ചെറിയ തോതിലാണ് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമുക്ക് തോന്നിയതായിരിക്കുമെന്ന്, അല്ലെങ്കിൽ മാറുമെന്ന് വിചാരിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചക്ര ക്ലെൻസ് ചെയ്യാനിരിക്കുമ്പോൾ ആ വൈബ്രേഷൻ ലെവൽ കൂടുകയും പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു വൈബ്രേഷൻ കൂടി വരികയും ചെയ്യും. ഈ വൈബ്രേഷൻ ഹാപ്പൻസ് ഇൻ ദ ലെഫ്റ്റ് ബോഡി പാർട്ടിലാണ് വൈബ്രേഷൻസ് എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ഇത് പിന്നീട് ആദ്യമൊക്കെ ചെറിയ തോതിൽ തുടങ്ങുന്ന വൈബ്രേഷൻ പിന്നീട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ക്ലെൻസിങ്ങിന് ഇരിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും നമുക്കൊരു വൈബ്രേഷൻ ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിൻ്റ്, at the time of chakra cleansing, so many visuals with unknown people and places are seeing. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ, സാഹചര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വിഷ്വൽസ് നിങ്ങൾ ചക്ര ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ പാസ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഓൾസോ വിഷ്വൽസ് വിത്ത് നോൺ പീപ്പിൾ ആൻഡ് അൺറിയലിസ്റ്റിക് വിഷ്വൽസ് ആർ സീയിങ്. നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളെ വെച്ചിട്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കാണും. അതിൽ കുറച്ച് പോസിറ്റീവ് തിങ്സും ഉണ്ട്, കുറച്ച് നെഗറ്റീവ് തിങ്സും ഉണ്ടായിരിക്കും. നിങ്ങൾ അറിയാവുന്ന വ്യക്തികളെ വെച്ചിട്ട് നെഗറ്റീവ് തിങ്സ് കാണുമ്പോൾ ഭയപ്പെടേണ്ട. നമ്മളൊരു ലെവലിൽ ഒരു വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവ് എനർജീസും ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു 3D ലെവലിൽ വന്നപ്പോൾ പോലും നമ്മൾ ഒരുപാട് നെഗറ്റീവ് എനർജീസുമായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള എനർജീസ് നമുക്ക് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് മാത്രമാണ്, അതിനങ്ങനെ മാത്രം കാണാൻ പാടുള്ളൂ. ഓക്കെ, ഫോർത്ത് പോയിന്റ്, യു ക്യാൻ സീ ദാറ്റ് യു ആർ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം യുവർ ഫിസിക്കൽ വേൾഡ്. ദാറ്റ് ഈസ് നോ അട്രാക്ഷൻ ടുവേർഡ്സ് മെറ്റീരിയലിസ്റ്റിക് തിങ്സ്. നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ മൈൻഡ് വൈസും സോൾ ലെവലിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പീസ്ഫുൾ എനർജി ഫീൽ ചെയ്യും. നമ്മുടെ ഈ ഫുൾ മൂൺ എനർജിയൊക്കെ ഒഴിവാക്കിയാൽ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് തിങ്സിനോട് അത്രയ്ക്ക് വലിയ അട്രാക്ഷനൊന്നും ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ പണം, ആഹാരം, വസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ബാക്കി നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും. ഫിഫ്ത്ത് പോയിന്റ്, യു ബിക്കം മോർ ഗ്രൗണ്ടഡ് ടു യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും കൂടുതൽ ഗ്രൗണ്ടഡ് ആയിരിക്കും. നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും ഇതേ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി നിങ്ങൾ ഗ്രൗണ്ടഡായി വന്നതായിട്ട്, കുറച്ചുകൂടി എളിമ, വിനയം, താഴ്മ ഒക്കെ നിങ്ങൾക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അടുത്ത സിക്സ്ത് പോയിന്റ്, ഫിനാൻഷ്യൽ ഗ്രോത്ത് ഇൻ സ്മോൾ സ്കെയിൽ. അതായത് സ്മോൾ സ്കെയിലിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ചെറിയൊരു വളർച്ചയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സെവൻത്ത് പോയിന്റ്, സം ഡിസ്റ്റർബൻസസ് ഇൻ ദ മെൻ്റൽ, ഫിസിക്കൽ ആൻഡ് സോൾ ലെവൽ. നമ്മളൊരു അടുത്തൊരു ഹൈ വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയണം, നമ്മുടെ സോളിന് താങ്ങാൻ കഴിയണം. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മനസ്സിനെയും ബാധിക്കും. അതുപോലെ ഫുൾ മൂൺ എനർജി നിൽപ്പുണ്ട്, അതും നമ്മുടെ മനസ്സിനെ ബാധിക്കും. അപ്പോൾ മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് ചെറിയ തോതിൽ, അല്ലെങ്കിൽ ഫുൾ മൂൺ ടൈമിൽ വലിയ തോതിൽ, ഓക്കെ, അല്ലാത്തപ്പോൾ ചെറിയ തോതിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് ബോഡി പെയിനൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അടുത്ത് എട്ടാമത്തെ പോയിന്റ്, യു ക്യാൻ സെൻസ് യു ആർ ട്രാൻസ്ഫോമിങ് ഇൻ ഓൾ ഡയമെൻഷൻസ് ആൻഡ് ഇൻ ഓൾ യുവർ ലൈഫ് ഏരിയാസ്. നിങ്ങളുടെ എല്ലാ ജീവിത മേഖലകളിലും നിങ്ങൾക്കൊരു ചേഞ്ച് നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടും, നിങ്ങൾക്ക് വരുന്നതായിട്ട്. നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ അധികം മെസ്സേജസ് അൺലോക്ക് ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും, ഡിവൈൻ മെസ്സേജസ്. അതൊക്കെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയും ഹെവി ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും. അതും നമ്മുടെ ഡയമെൻഷണൽ ചേഞ്ചസിനെ കാണിക്കുന്നതാണ്. നമ്മുടെ ഡയമെൻഷൻ മൊത്തത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മുകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. അടുത്ത 9th പോയിന്റ്, യു ഗോട്ട് എ വിഷൻ ഓഫ് യുവർ പേഴ്സണൽ ഡൈറ്റി. നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണോ ആ ദൈവത്തെ നിങ്ങൾക്ക് ദർശനം കിട്ടിയിട്ടുണ്ടാകും. മെഡിറ്റേഷൻ ടൈമിലോ ഉറക്കത്തിലോ ഒക്കെയും നിങ്ങൾക്ക് ആ ഒരു ദർശനം കിട്ടിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ കൂടുതലും അർദ്ധനാരീശ്വര രൂപം കാണാനാണ് ചാൻസ്. നിങ്ങളുടെ ഇഷ്ട ദൈവത്തെക്കാൾ ഉപരി, അല്ലെങ്കിൽ ശിവശക്തിയേക്കാൾ ഉപരി മറ്റ് ദൈവങ്ങളെ പൂജിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു ദർശനം കുറച്ച് സമയത്തേക്ക് അവ്യക്തമായ രൂപത്തിൽ മെഡിറ്റേഷൻ ടൈമിലോ ഉറങ്ങുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ദർശനം കിട്ടാനുള്ള
സാധ്യതയുണ്ട്. അടുത്ത 10th പോയിൻ്റ് എന്ന് പറയുന്നത് യുവർ കാർമിക് പാർട്ട്ണർ ഈസ് മൂവിങ് അവേ ഫ്രം യു. നിങ്ങൾക്കൊരു കാർമിക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും ഫിസിക്കലിയും മെൻ്റലിയും സോൾ ലെവലിലും ഒക്കെ അവർ അവരായിട്ട് മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദേ കാൺട്ട് വിസ്റ്റാൻഡ് യുവർ പോസിറ്റീവ് എനർജി. അതുവരെ നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ട് ഇരുന്നവർക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുമായിട്ട് അവർക്ക് മാച്ച് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അവരെ ഹോണ്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഒരു ഓറയിലേക്ക് പോലും അവർക്ക് വരാൻ സാധിക്കത്തില്ല. അത്രയ്ക്കും നിങ്ങൾ ഹൈ വൈബ്രേഷനിലായിരിക്കുന്നു. അവർ നിങ്ങളിൽ നിന്നും മാറി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇതിനുള്ള ചേഞ്ചസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ഹിൻസും മസ്റ്റായിട്ട് ഉണ്ടാകേണ്ടതാണ്. അതിലൊരു ഹിൻസെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചേഞ്ചസിൽ ഒരു 10 പോയിൻറ്റ്സിൽ 7 പോയിൻറ്റ്സെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു കാർമിക് പാർട്ട്ണർ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ബാക്കി ആ ഒരു പോയിൻ്റ് ഒഴിവാക്കിയാൽ ബാക്കി 8 പോയിൻറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ ഒരു 4th ഡയമെൻഷനിലേക്ക് ഒരു DF എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൺഗ്രാറ്റ്സ്. പിന്നെ ഞാൻ ഇതിൽ റിച്വൽസ് കൊടുക്കുന്നുണ്ട്. റിച്വൽസ് ആവശ്യമുള്ളവർ വന്ന് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അത് റിച്വൽസിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ മറ്റ് മതസ്ഥരാണെങ്കിൽ ഞാൻ പറയുന്നത് ഹിന്ദു മതവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിച്വൽസാണ്, എനിക്ക് അതേ അറിയത്തുള്ളൂ. അതുകൊണ്ടായിരിക്കാം ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, എന്നിരുന്നാലും ചെയ്യാൻ സാധിക്കുന്ന എല്ലാവരും ചെയ്യുക. നമ്മളൊരു റിച്വൽ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമ്മളൊരു റിച്വൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് അപ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമ്മളൊരു ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്കത് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ റിച്വൽ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും നമ്മൾ അത്രയും ടൈം എടുക്കുന്നത് അതിൽ കുറഞ്ഞു കിട്ടും. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, എന്നിട്ട് നമുക്ക് പെട്ടെന്നൊരു ഗ്രോത്തും അവിടെ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ടും അവിടെ സക്സസ്ഫുൾ ആകും നമ്മൾ ചെയ്യുന്ന റിച്വൽ. ഓക്കെ, അത്രയും പവർഫുൾ ആയിട്ടുള്ള റിച്വൽസാണ് പറഞ്ഞിരുന്നത്. പിന്നെ റിച്വൽ ചെയ്ത വ്യക്തികൾ തീർച്ചയായിട്ടും സന്ധ്യയ്ക്ക് ഓം ഉമാ മഹേശ്വരായ നമഃ അതല്ലെങ്കിൽ നമഃശിവായ എന്നുള്ള മന്ത്രം 108 ടൈംസ് നിങ്ങൾ ചാൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്ത റിച്വൽ കൂടുതൽ സ്ട്രോങ് ആവുകയുള്ളൂ. നമ്മൾ ആ ഒരു പ്ലാന്റിന്, തുളസി പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു മന്ത്ര ആണ്. അതിനനുസരിച്ചിട്ടാണ് ആ ഒരു പ്ലാന്റിന് ഗ്രോത്ത് ഉണ്ടാവുക. അതിനനുസരിച്ചാണ് നിങ്ങൾക്കും ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ ഇത് മനസ്സിലാക്കുക. റിച്വൽസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ജേണി. ഓക്കെ, നമ്മൾ ചക്ര ക്ലെൻസിങ്ങൊക്കെ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ റിച്വൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഫുൾ മൂൺ തന്നിരിക്കുന്നത് നമുക്ക് അപ്പോഴുണ്ടാകുന്ന എനർജി ചേഞ്ചസ് മാത്രമാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള റിച്വൽസ് ഡിവൈനായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നുണ്ട്. ആ റിച്വൽസ് നമ്മൾ ചെയ്യണം. അത് നമുക്ക് നൽകിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ആ ടൈമിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ആ ഓപ്ഷൻ പിക്ക് ചെയ്യുക. അതാണ് നിങ്ങളവിടെ ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ അപ്പോഴുണ്ടാകുന്ന വിഷമതകളിൽ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അതിൽ തന്നെ കുറേ നാളുകൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ അത് മറികടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്നതിൽ എന്താണ് പ്രശ്നം? അത് നമ്മൾ ആ ഒരു റിച്വൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതൊക്കെയും തരണം ചെയ്ത് ചെയ്യണം. അതാണ് അതിൻ്റെ അവിടുത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. റിച്വൽ ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് ചലഞ്ചസ് നമുക്കുണ്ടാവും. അത് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അത്രയും ടൈം ഇങ്ങനെ പോകത്തില്ല നമ്മളെ ജേണിയിൽ. അല്ലെങ്കിൽ ഈ വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ആ ചക്ര ക്ലെൻസിങ് ഒക്കെ ഈ ഒരു ജേണിയുടെ ഒരു ഫൗണ്ടേഷനാണ്. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതിങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചക്രാസ് അലൈൻ ചെയ്ത് അത് ക്ലെൻസ് ചെയ്ത് അത് അലൈൻ ചെയ്ത് ആക്ടിവേറ്റ് ആയിട്ട് വരേണ്ടത് ജേണിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഹീലിങ്ങും അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു ജേണിയിൽ ഒരുപാട് സീക്രട്സ് ഉണ്ട്, ആരും റിവീൽ ചെയ്യാത്ത. എല്ലാവർക്കും പേഴ്സണലി അറിയാമായിരിക്കാം, ആരും റിവീൽ ചെയ്യാത്ത കുറേയധികം സീക്രട്സ് ഉണ്ട്.
അപ്പോൾ അത് എന്തൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളെന്ന് ഞാൻ ഇതുപോലെ ഓരോ വീഡിയോസിലും ഓരോ കാര്യങ്ങൾ പറയും. നിങ്ങൾക്കത് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ ഒരു റിച്വൽ പിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അതുപോലൊരു ബെനിഫിറ്റാണിതും. നിങ്ങൾക്ക് അതിനുള്ള ഒരു ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു സീക്രട്ട് അൺലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഓക്കെ, ഞാനൊരു എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പേയ്മെൻറ്റിലൂടെ ഞാനത് നൽകിയില്ലെങ്കിൽ എനിക്കൊരു കർമ്മയായിട്ട് വരും, എനിക്കതൊരു ബാഗേജായിട്ട് വരും. ഓക്കെ, അതെന്നെ ഹോണ്ട് ചെയ്യും. അതുകൊണ്ട് അതൊരു പേയ്മെൻറ്റിലൂടെ, എനിക്കൊരു എനർജി എക്സ്ചേഞ്ചിലൂടെ മാത്രമേ അത് തരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ആവശ്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, വന്ന് ചോദിച്ചിട്ട് പിന്നീട് അത് വേണ്ട. ഓക്കെ, അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ 4th ഡയമെൻഷനിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസിൽ ഒരാളൊരു കമൻ്റ് ഇടുക. അതിന് താഴെ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ബാക്കി ഇത് റെസണേറ്റഡ് ആയിട്ടുള്ള ബാക്കി എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ എത്ര 4Dയിലെത്തിയിട്ടുള്ള ഡിവൈൻ ഫെമിനൈൻസ് ഇതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. അതുപോലെ ഈ ജേണിയിൽ പുതുതായിട്ട് വന്ന വ്യക്തികളുണ്ട്, അവരൊന്ന് കമൻറ്റ് ചെയ്യുക. ന്യൂ ഇൻ ദ ജേണി എന്ന് പറഞ്ഞ് ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാവരും അതിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഈ ജേണിയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളവരെ ഗൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ ജേണിയിൽ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചാണ് വീഡിയോ ഇടുന്നത്. പക്ഷേ അപ്പോൾ ജേണിയിൽ പുതുതായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് കുറേയധികം കൺഫ്യൂഷൻസാണ്. അവർ എല്ലായിടത്തും പോയി വീഡിയോസ് കാണുന്നുണ്ട്, അത് വേണം, അവർക്കൊരു ജേണിയെക്കുറിച്ച് അറിവിന് വേണ്ടിയിട്ട് അത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി അവർക്കാകെ ഒരു മിസ്ഗൈഡിങ് ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലായിടത്തു നിന്ന് അവർ ഇൻഫർമേഷൻ എടുത്തോട്ടെ, അത് കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വളരെ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും ഉപരി അത് വളരെ നമ്മുടെ സോളിനെ ഒരു വേദനിപ്പിക്കുന്ന തരത്തിലുള്ള, കുറേ കൂടെ വേദനകൾ നൽകുന്ന തരത്തിലുള്ള, കുറേ കൂടെ കർമാസ് അതിന് സോളിന് കൊടുക്കുന്ന തരത്തിലുള്ള മിസ്ഗൈഡിങ് നടക്കുന്നുണ്ട്. മിസ്ഗൈഡ് ചെയ്യുന്ന ചാനൽസാണ് കൂടുതലെന്ന് പറയേണ്ടി വരും, മൊത്തത്തിൽ, മലയാളത്തിൽ മാത്രമല്ല ഹിന്ദിയിലായാലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള മിസ്ഗൈഡിങ്ങിൽ പോകരുത് എന്ന് താല്പര്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. എത്ര പേര് ന്യൂ കമേഴ്സ് ഈ ജേണിയിലുണ്ട് എന്ന് നോക്കിയതിന് ശേഷം തീരുമാനിക്കാം. എങ്കിൽ ഓൾട്ടർനേറ്റീവ് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ജേണിയിൽ എന്നോടൊപ്പം വരുന്നവർക്കും പിന്നെ ന്യൂ കമേഴ്സിനും വേണ്ടിയിട്ട്. ജേണിയിലെ ന്യൂ കമേഴ്സാണ്, ചാനലിലല്ല. ഓക്കെ, പ്രത്യേകിച്ച് അങ്ങനെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. നിങ്ങൾ വീഡിയോ കാണിക്കുന്ന വില്ലിങ്സ് ഞാൻ പറയുന്ന തരത്തിലുള്ളൊരു റെസ്പോണ്ടിങ്ങിൽ നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങളുടെ ഇന്നർ വർക്കിൽ കൊടുക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഞാൻ നോക്കട്ടെ എന്താണ് നിങ്ങളുടെ റെസ്പോണ്ട് എന്ന് നോക്കട്ടെ. പിന്നെ നമുക്ക് ഈ വീഡിയോ ഒരു ഭഗവാന്റെ ഒരു മെസ്സേജോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഭഗവാന്റെ മെസ്സേജൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. ഭഗവാൻ കൂടെയുണ്ട്, ആരും നമ്മുടെ കൂടെ ഇല്ലാത്തൊരവസ്ഥയില്ലേ അതിൽ. അപ്പോൾ ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നൊരു തോട്ട് നമുക്ക് കിട്ടിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ബലം. ഓക്കെ, നോക്കാം മെസ്സേജ് എന്താണെന്ന്. മഹാദേവൻ ഒരു വ്യക്തിക്ക് പരീക്ഷണങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ പരീക്ഷണങ്ങൾ നേരിടാനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കും. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.